ഒന്ന് പത്രോസിന്റെ ലേഖനം 4-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം. കാമാർത്തികളിലും മോഹങ്ങളിലും വീഞ്ഞുകുടിയിലും വെറുക്കൂത്തുകളിലും മദ്യപാനത്തിലും ധർമ്മവിരുദ്ധമായ വിഗ്രഹാരാധനയിലും നടന്ന് ജാതികളുടെ ഇഷ്ടം പ്രവർത്തിച്ചും കൊണ്ട് കാലം പോക്കിയത് മതി. ജീവവചനത്തിന്റെ പ്രഭാത ധ്യാന ചിന്തയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. രക്ഷിക്കപ്പെടാത്ത ലോകത്തിൻ്റെ ഇഷ്ടം അനുസരിച്ചത് മതി എന്നൊരു വിഷയമാണ് നാം ഇന്ന് പ്രഭാതത്തിൽ ചിന്തിക്കുന്നത്. പ്രാർത്ഥനയോടെ ദൈവവചന കേൾവിയിലേക്ക് നമുക്ക് ഒരുമിച്ച് പ്രവേശിക്കാം. കൂടപ്പിറപ്പുകളെ, ഈ ഭൂമിയിൽ ജീവിക്കുവാൻ ദൈവം തന്ന അവസരം വളരെ ഭാഗ്യമുള്ളതും വിലയേറിയതുമാണ്. ഇന്ന് ജീവിച്ചിരിക്കുന്ന മനുഷ്യരുടെ ജീവിതകാലം പലർക്കും പല അളവിൻ പ്രകാരം കഴിഞ്ഞിരിക്കുന്നു. ചിലർക്ക് ജീവിതകാലം പകുതിയോളം കഴിഞ്ഞിരിക്കുന്നു. ചിലർക്ക് മുക്കാൽ ഭാഗവും ജീവിതത്തിൻ്റെ നല്ല ദിനങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. ദിവസങ്ങൾ അതിവേഗം ഓടിപ്പോവുകയാണ്. നിശ്ചിതമായ ആയുസ്സിൻ്റെ ഓരോ വർഷങ്ങളും കൊഴിഞ്ഞു പോയിക്കൊണ്ടേയിരിക്കുന്നു. വിശേഷാൽ രക്ഷിക്കപ്പെട്ടവരായ ദൈവമക്കൾക്ക് വ്യക്തവും ശക്തവുമായ ഒരു മുന്നറിയിപ്പ് ദൈവത്തിൻ്റെ വചനം നൽകി തരുന്നു. ഇന്ന് പ്രഭാതത്തിലും നമ്മോട് വ്യക്തിപരമായി പരിശുദ്ധാത്മാവ് ഈ മുന്നറിയിപ്പ് നമ്മളെ ഓർമ്മിപ്പിച്ചുണർത്തുന്നു. കാലം പോക്കിയത് മതി. ശേഷിച്ചിരിക്കുന്ന അല്പകാലം പ്രിയരെ സ്വർഗത്തിന് ലാഭകരമാക്കി തീർക്കുവാൻ, സ്വർഗീയ താതനെ പ്രസാദിപ്പിച്ച് സമയം ചെലവഴിച്ച് രക്ഷാനായകനെ സേവിക്കേണ്ടതുപോലെ സേവിച്ച് ജീവിക്കുവാൻ ഇടയാക്കി തീർക്കുക. പ്രിയരെ, ജാതികളുടെ ഇഷ്ടം പ്രവർത്തിച്ചും കൊണ്ട് കാലം പോക്കിയത് മതി എന്നത് ദൈവജനത്തെ, ദൈവത്തിൻ്റെ സ്വന്തം ജനം എന്ന് അഭിമാനിക്കുന്നവരെ, ദൈവത്തിൻ്റെ പ്രിയമക്കൾ എന്ന് അഭിമാനിക്കുന്നവരെ ബാധിക്കുന്നത് എങ്ങനെയാണ്? രക്ഷിക്കപ്പെട്ട് പുത്രത്വത്തിൻ്റെ ആത്മാവിനെ ദാനം ലഭിച്ചവരായവർ രക്ഷിക്കപ്പെടാത്ത ലോകത്തിൻ്റെ ശൈലികളും ശീലങ്ങളും സമ്പ്രദായങ്ങളും ഒക്കെ അനുസരിച്ചും അനുഭവിച്ചും ദൈവിക കാര്യങ്ങളിലും സുവിശേഷ പ്രവർത്തനങ്ങളിലും താല്പര്യമില്ലായ്മ പ്രകടമാക്കി ജീവിച്ചത് മതി എന്നതാണ് ഈ വചനത്തിൻ്റെ സത്യം.
പത്രോസ് അപ്പോസ്തലന്റെ ലേഖനത്തിൽ ഇങ്ങനെ വായിക്കുന്നു: പ്രിയമുള്ളവരെ, പ്രവാസികളും പരദേശികളുമായ നിങ്ങളെ ആത്മാവിനോട് പോരാടുന്ന ജഡമോഹങ്ങളെ വിട്ടകന്ന് ജാതികൾ നിങ്ങളെ ദുഷ്പ്രവർത്തിക്കാർ എന്ന് ദുഷിക്കും തോറും നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ടറിഞ്ഞിട്ട് സന്ദർശന ദിവസത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടതിന് അവരുടെ ഇടയിൽ നിങ്ങളുടെ നടപ്പ് നന്നായിരിക്കണമെന്ന് ഞാൻ പ്രബോധിപ്പിക്കുന്നു. നോക്കൂ, എത്ര ആഴമേറിയ മാർമിക സത്യങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ഒരു വേദഭാഗമാണ് ഇപ്പോൾ നാം വായിച്ചു കേട്ടത്. കുടപ്പുറപ്പുകളെ, ഈ വാക്യത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങൾ ധ്യാനിച്ചിട്ടുണ്ടോ? ഈ വാക്യത്തിൽ കൂടി പരിശുദ്ധാത്മാവ് നിങ്ങളെ എന്തെങ്കിലും സത്യങ്ങൾ, എന്തെങ്കിലും മുന്നറിയിപ്പുകൾ ഇതിനോടകം ഓർമ്മിപ്പിച്ചിട്ടുണ്ടാകും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഈ വാക്യത്തിൽ നിന്ന് നിരവധി തവണ ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നതിനാൽ അഭിഷിക്തന്മാരുടെ അധരങ്ങൾ കൂടി ഉപദേശങ്ങളായോ പ്രസംഗങ്ങളായോ ബൈബിൾ ക്ലാസ് ആയിട്ടോ ഒക്കെ ദൈവസഭയോട് ദൈവാത്മാവ് ഇടപെട്ടിട്ടുണ്ട് എന്നുള്ളതും സത്യമാണ്. ഈ സത്യം ഇനി അറിഞ്ഞില്ല, കേട്ടില്ല എന്ന് പറഞ്ഞ് ആർക്ക് ഒഴിഞ്ഞു മാറുവാൻ കഴിയും? അതുകൊണ്ട് വളരെ പ്രാധാന്യത്തോടെ ഈ വചനം ഏറ്റെടുത്ത് അനുസരിക്കുവാൻ താല്പര്യപ്പെടുക. ലോകമോഹങ്ങൾക്ക് അനുരൂപമായി ജീവിക്കുന്നതിൽ നിന്ന് മടങ്ങി വന്ന് ആത്മീയ വിഷയങ്ങളിൽ താല്പര്യമുള്ളവരായി, ദൈവിക കാര്യങ്ങൾക്ക് ചുമൽ കൊടുക്കുന്നവരായി, ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിക്കുവാൻ കഴിയുന്ന ഒരു വിശുദ്ധനാകണം ഓരോ രക്ഷിക്കപ്പെട്ട വ്യക്തിയും. കാമാർത്തികളിലും മോഹങ്ങളിലും എന്നീ പദങ്ങളിൽ ലൈംഗിക പാപങ്ങൾ മാത്രമല്ല, എല്ലാവിധ ദുരാഗ്രഹങ്ങളും ഉൾപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. വീഞ്ഞുകുടിയും വെറുക്കൂത്തുകളും മദ്യപാനത്തിലും എന്നീ പദങ്ങൾ നമുക്ക് കാട്ടിത്തരുന്നത്, നമ്മളെ മനസ്സിലാക്കി തരുന്നത്, ആത്മീയത നഷ്ടമാക്കത്തക്ക നിലയിലും ജഡത്തെ ഇളക്കുമാറുള്ള ആട്ടവും പാട്ടും ജാതീയ ആചാരപ്രകാരമുള്ള വിരുന്നുകളെയും സൽക്കാരങ്ങളെയും കൂട്ടുകെട്ടുകളെയും ഒക്കെ വെളിപ്പെടുത്തുന്നതാണ് എന്ന് തിരിച്ചറിയുക. പല വിരുന്നുകളും ആഘോഷങ്ങളും അനുഷ്ഠാനങ്ങളും ജാതികമായതും അന്യദൈവ സേവയോടുള്ള ആരാധനയുടെ ഭാഗമായതുമായിരിക്കും. ജാതിക മര്യാദ പ്രകാരം ജീവിച്ചത് അവസാനിപ്പിച്ച് കർത്താവിൻ്റെ നാൾ അടുത്തിരിക്കുന്നതിനാൽ ദൈവവചനത്തിൻ്റെ ശക്തമായ ഉപദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു വിശുദ്ധന് യോജിച്ച നിലയിൽ ദൈവികത മുൻനിർത്തി ദൈവിക ശൈലിയോടെ ജീവിതം മാറ്റിയെടുക്കുവാൻ ദൈവം അനുവദിച്ചു തന്നിരിക്കുന്ന കാലമാണിത് എന്ന ബോധ്യത്തിൽ, എന്ന തിരിച്ചറിവിൽ, എന്നുള്ള വചന കേൾവിയാൽ പ്രിയരെ മനസ്സിനെ പാകമാക്കി കാൽച്ചുവടുകളെ നിയന്ത്രിച്ചു കൊള്ളുക. രക്ഷിക്കപ്പെടാത്ത ലോകത്തിൻ്റെ പൊതുവായ വാഗ്ദാനങ്ങളും ലോക ഇമ്പങ്ങളും താൽക്കാലിക സുഖങ്ങളും രസങ്ങളും ഒരു ദൈവ പൈതലിന് നിരർത്ഥകങ്ങളാണെന്ന ചിന്ത ഹൃദയത്തിൽ രൂപപ്പെടണം. ജഡത്തിൽ നാം ശേഷിച്ചിരിക്കും കാലം ഇനി മനുഷ്യരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ചല്ല, ദൈവത്തിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കേണ്ടതിന് സ്വയമായി ദൈവപാദത്തിൽ തന്നെത്താൻ സമർപ്പിച്ച് സ്വയമായി സൂക്ഷിച്ച് ജീവിക്കുവാൻ ഇടയാക്കുക എന്നതാണ് ആത്മാവ് നമ്മെ പ്രേരിപ്പിക്കുന്നതും നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ, വിശ്വാസ ജീവിതത്തിൻ്റെ, വിശുദ്ധ ജീവിതത്തിൻ്റെ ഇന്നിൻ്റെ ആവശ്യങ്ങളും. പ്രിയരെ, ജാതികളുടെ ഇഷ്ടമനുസരിച്ച് ജീവിച്ച പ്രവർത്തിച്ചതിൻ്റെ നഷ്ടബോധം ഉൾക്കൊണ്ടുകൊണ്ട് എൻ്റെ ഏറിയ കാലങ്ങൾ ഞാൻ നഷ്ടമാക്കി കളഞ്ഞല്ലോ, ഇനി ഞാൻ എൻ്റെ മുൻപിലുള്ള കാലങ്ങൾ നഷ്ടമാക്കില്ല, ദൈവ ഇഷ്ടം തിരിച്ചറിഞ്ഞ് ജീവിക്കും, അതിൻ പ്രകാരം തിരുവചനത്തിന് അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കും എന്ന് തീരുമാനിച്ച് പ്രിയരെ മുൻപോട്ട് പോകുവാൻ ഇടയായാൽ നമ്മെ ഓർത്ത് സ്വർഗം സന്തോഷിക്കും. ശേഷിക്കുന്ന കാലം കൊണ്ട് ജീവിതത്തിൻ്റെ ശ്രേഷ്ഠാനുഭവങ്ങൾ സ്വന്തമാക്കിയെടുക്കുവാൻ ശ്രമിക്കുക. യേശുനാഥനോട് ചേർന്നൊരു ജീവിതകാലം ഭൂമിയിൽ ജീവിക്കുക. അതാണ് ജീവിതത്തിലെ ഏറ്റവും ഭാഗ്യകരമായ കാലം. അതിനായി നമ്മുടെ മനസ്സും ലക്ഷ്യവും ആഗ്രഹങ്ങളും പുതുക്കേണ്ടതൊക്കെ ആവശ്യമാണ്.
അതിനായി സമർപ്പിക്കുന്നവനെ സഹായിക്കുന്നത് ക്രിസ്തുവിൻ്റെ മനസ്സ് ധരിക്കുന്നതിനാലാണ് എന്ന് തിരിച്ചറിഞ്ഞ് ദൈവനാമത്തിൻ്റെ മഹത്വം ഉയർത്തുക. കൂടപ്പിറപ്പുകളെ, ജീവിതകാലം വെറുതെ പോക്കിയത് മതി. നമ്മുടെ കാലങ്ങളുടെ കണക്ക് നമ്മോട് ചോദിക്കുന്ന ഒരു നാൾ നമുക്കടുത്തു വരുന്നുണ്ട് എന്ന് തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ശേഷിക്കും കാലത്തിൻ്റെ വില തിരിച്ചറിഞ്ഞ് ദൈവത്തിന് പ്രസാദകരമായി ജീവിച്ച് സമയം ചിലവഴിക്കുക. സ്വർഗത്തിൽ പ്രതിഫലം ലഭിക്കേണ്ടതിന് വേണ്ടി അധ്വാനിക്കുക. അവിടുത്തെ നിക്ഷേപം വർദ്ധിപ്പിക്കുവാൻ നന്മകളും സമയങ്ങളും ഒക്കെ ചിലവഴിക്കുക. നിശ്ചയമായും ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളും ദൈവം കൽപ്പിച്ചു തരുന്ന ചില നല്ല ദാനങ്ങളും ഒക്കെ അനുഭവിച്ച് ദൈവനാമത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവം എല്ലാ പ്രിയപ്പെട്ടവരെയും സഹായിക്കും. പരിശുദ്ധാത്മാവ് അതിന് നമ്മളെ സഹായിക്കുവാൻ കഴിയുന്ന ദൈവമാണ്. ആ സഹായം സ്വീകരിക്കുവാൻ ഇന്ന് പകലിലും പ്രഭാതത്തിലും പരിശുദ്ധാത്മാവ് നമ്മളെ കാത്തിരിക്കുന്നു. ആകയാൽ കർത്തൃപാദപീഠത്തിലേക്ക് അടുത്തു വന്ന സമർപ്പണവും തീരുമാനവും അറിയിക്കുക. പ്രാർത്ഥനയ്ക്കായി നമ്മുടെ കണ്ണുകളെ അടയ്ക്കുക. പരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ നല്ല ദിവസം പ്രഭാതത്തിൽ ദൈവത്തിന് മാറ്റമില്ലാത്ത തിരുവചന ശ്രദ്ധയോടെ കേട്ട് ധ്യാനിക്കുവാൻ ഞങ്ങൾക്ക് നൽകി തന്ന ഈ വലിയ അവസരത്തിനായി, ഈ ഭാഗ്യപദവിക്കായി നന്ദിയോടെ സ്തോത്രം. രക്ഷിക്കപ്പെടാത്ത ലോകത്തിൻ്റെ ഇഷ്ടം രക്ഷിക്കപ്പെട്ട ഞങ്ങൾ അനുസരിച്ച് നടന്നത് മതി എന്ന് വയ്ക്കുവാൻ ഇന്ന് പ്രഭാതത്തിൽ വചനക്കേൾവിയാൽ ഞങ്ങളെ സഹായിക്കണമേ. അതിനുവേണ്ടി ഞങ്ങൾ സമർപ്പിക്കുന്ന കർത്താവേ, അങ്ങയുടെ ഹിതം ഞങ്ങളെ അറിയിക്കണമേ. അങ്ങയുടെ ആത്മാവിനെ നടത്തിപ്പ് ഞങ്ങൾക്ക് പകർന്നു തരുമാറാകണമേ. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ കാലം പോക്കിയത് മതി എന്നുള്ള ആഹ്വാനം അനുസരിച്ച് അങ്ങയുടെ ഇഷ്ടം നിറവേറ്റുവാൻ തക്കവണ്ണം ഞങ്ങളെ തന്നെ സമർപ്പിച്ചു തരുന്നു. ഉയരത്തിലെ ശക്തിയും കൃപയും നിറച്ചടി അനുഗ്രഹിച്ച് വഴി നടത്തണം. ഇന്നിൻ്റെ ആവശ്യങ്ങളിൽ കർത്താവ് ജനത്തോട് ഇടപെടുമാറാകണമേ. ഭാരങ്ങളും പ്രയാസങ്ങളും അതിന് നടുവിലും തളർന്നും തകർന്നും പോകാതെ ദൈവവചനം അനുസരിച്ച് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കർത്താവെ ഇന്ന് പകലിൽ ഞങ്ങൾക്കിടയാകണം. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിനാൽ, ഞങ്ങളെ സഹായിക്കുന്നതിനാൽ നന്ദിയോടെ സ്തോത്രം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. സകലതും ഞങ്ങൾക്ക് വേണ്ടി ജീവൻ തന്ന യേശു കർത്താവിന് ധന്യമായ നാമത്തിൽ താഴ്മയോട് അപേക്ഷിക്കുന്നു. ദയ തോന്നി കേൾക്കുമാറാകണമേ. ആമേൻ. പ്രിയരെ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവെടുത്തിരിക്കുന്നു. അവൻ്റെ വരവിന് വേണ്ടി നമുക്ക് അധികം ശ്രദ്ധയോടെ പ്രാർത്ഥിച്ച വചനമനുസരിച്ച് ഒരുങ്ങി കാത്തിരിക്കാം. മാറാനാഥ. ദൈവമേ ഞാൻ